വെൽക്കം ബാക്ക് ടു ആസ്ട്രാലിയൻ അക്കാഡമി. 8ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറായിലെ സെക്ഷൻ ബിയിലെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സമബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം 10 ആണ്. 1. ഈ സമബഹുഭുജത്തിൻ്റെ ഒരു പുറംകോണിൻ്റെ അളവെത്രയാണ്? 2. ഒരു അകക്കോണിൻ്റെ അളവെത്രയാണ്? നമ്മൾ ഒന്നാമത്തെ ആൻസർ ഇതാണ്. ഒരു സമബഹുഭുജത്തിൻ്റെ ഒരു പുറംകോണിൻ്റെ അളവെത്രയാണ്? നമുക്കറിയാം, സമബഹുഭുജത്തിൻ്റെ പുറംകോണിൻ്റെ തുക കാണാനുള്ള സമവാക്യം ഈക്വൽ ടു 360 ഡിഗ്രി ബൈ n, വശത്തിൻ്റെ എണ്ണം. ഇവിടെ വശത്തിൻ്റെ എണ്ണം n ഈക്വൽ ടു 10 ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പുറം കോൺ എത്രയാണ്? 360 ഡിഗ്രി ബൈ 10 ഈക്വൽ ടു 36 ഡിഗ്രി. രണ്ടാമത്തെ ചോദ്യം, ഒരു അകക്കോണിൻ്റെ തുക എത്രയാണെന്നാണ്. നമുക്കിത് 2 രീതിയിൽ ചെയ്യാം. നമുക്കറിയാം, അകക്കോണിൻ്റെയും പുറംകോണിൻ്റെയും തുക 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഒരു അകക്കോണും ഒരു പുറംകോണും കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് പുറംകോൺ എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അകക്കോൺ 180 ഡിഗ്രി മൈനസ് 36 ഡിഗ്രി ചെയ്താൽ മതി. മറ്റൊരു രീതിയിലും സമവാക്യം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. 180 ഡിഗ്രി മൈനസ് 36 ഡിഗ്രി എത്രയാണ്? 0 നിന്ന് 6 പോകില്ല, അതുകൊണ്ട് 10 നിന്ന് 6 എഴുതി. ഇവിടെ 7 എഴുതി. 10 നിന്ന് 6 പോയാൽ 4, 7 നിന്ന് 3 പോയാൽ 4, ബാക്കി 1, 144 ഡിഗ്രി. മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യാം, സമവാക്യം ഉപയോഗിച്ചും ചെയ്യാം. സമബഹുഭുജത്തിൻ്റെ ഒരു അകക്കോൺ കാണാനുള്ള സമവാക്യം n-2 ഇൻറ്റു 180 ഡിഗ്രി ബൈ n. എന്താണ്? വശത്തിൻ്റെ എണ്ണമാണ്. എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് 10 കൊടുക്കാം. 10 മൈനസ് 2 ഇൻറ്റു 180 ഡിഗ്രി ബൈ 10. 10 മൈനസ് 2 8. 8 ഇൻറ്റു 180 ഡിഗ്രി ബൈ 10. 180നെ 8 കൊണ്ട് ഗുണിക്കാം. 8 0 0, 8 8 64 4, ശിഷ്ടം 6, 1 8 8 6, 1440 40 ഡിഗ്രി ബൈ 10. 10ന് 0 വെട്ടിക്കളയാം. ബാക്കി നമുക്ക് 144 ഡിഗ്രി എന്ന് ലഭിക്കും. 6ാമത്തെ ചോദ്യമാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം, ചിത്രത്തിലെ ചതുർഭുജത്തിൻ്റെ വികർണത്തിന് മുകളിലെ ഇടതും വലതും വശങ്ങൾ വികർണത്തിന് താഴെയുള്ള ഇടതും വലതും വശങ്ങൾക്ക് തുല്യമാണ്. ചതുർഭുജത്തിൻ്റെ കോണുകൾ എല്ലാം കണക്കാക്കുക. നമുക്ക് കോണുകൾ കണക്കാക്കാനാണ് ചോദ്യം വരുന്നത്. ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. ചിത്രത്തിലെ ചതുർഭുജത്തിൻ്റെ വികർണത്തിന് മുകളിലെ ഇടതും വലതും വശങ്ങൾ വികർണത്തിന് താഴെയുള്ള ഇടതും വലതും വശങ്ങൾക്ക് തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. ഈ ചിത്രം ശ്രദ്ധിക്കൂ. ഇവിടെ ഞാനിപ്പോൾ ഈ ചതുർഭുജത്തിന് പേര് കൊടുക്കാൻ പോവാണ്. ABCD. ഈ വികർണം BD എന്ന വികർണത്തിൻ്റെ ഇടതും വലതും വശങ്ങൾ താഴെ ഉള്ള വികർണത്തിൻ്റെ ഇടതും വലതും വശങ്ങൾക്ക് തുല്യമാണ്. അതായത് AB ഈക്വൽ ടു BC ആണ്, AD ഈക്വൽ ടു CD ആണ്. നമുക്ക് എഴുതാം. നമുക്ക് ഈ ട്രയാങ്കിൾസ് ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഞാൻ ചോദ്യത്തിലുള്ള അതേ ചതുർഭുജം ഇവിടെ വരച്ചിട്ടുണ്ട്. ഞാൻ അതിന് പേര് കൊടുക്കാൻ പോവാണ്. ABCD. ചോദ്യം പറഞ്ഞിരിക്കുന്നത്, ഈ ചതുർഭുജത്തിലെ BD എന്ന വികർണത്തിൻ്റെ മുകളിലുള്ള ഇടതും
വലതും വശങ്ങൾ ബി ഡി എന്ന വികരണത്തിൻ്റെ താഴെയുള്ള ഇടതും വലതും വശങ്ങൾക്ക് തുല്യമാണെന്നാണ്. അതായത് എ ബി ഈക്വൽ ടു ബി സി ആണ്, എ ഡി ഈക്വൽ ടു സി ഡി ആണെന്നാണ്. നമുക്ക് ഈ ഒരു സൂചന വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾ എ ബി ഡിയും ട്രയാങ്കിൾ സി ബി ഡിയും തുല്യ ത്രികോണങ്ങളാണെന്ന് പ്രൂവ് ചെയ്യാം. നമുക്കറിയാം രണ്ട് തുല്യ ത്രികോണങ്ങളുടെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമാണെന്ന് നമുക്കറിയാം. അത് വെച്ചിട്ട് നമുക്ക് കോണുകൾ കണ്ടുപിടിക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ത്രികോണം എ ബി ഡിയും ബി സി ഡിയും കൺസിഡർ ചെയ്യുക. ത്രികോണം എ ബി ഡിയും ത്രികോണം ബി സി ഡിയും പരിഗണിക്കുക. രണ്ട് ത്രികോണങ്ങളിലും ബി ഡി എന്നുള്ള വശം കോമൺ ആണ്. ബി ഡി ഈക്വൽ ടു ബി ഡി, എ ബി ഈക്വൽ ടു ബി സി. അതായത് വികരണത്തിൻ്റെ രണ്ട് വലത് വശത്തെയും മുകളിലും താഴെയുള്ള വലത് വശങ്ങൾ തുല്യമാണെന്ന് തന്നിട്ടില്ലേ. നമുക്കെന്ത് പറയാം, എ ബി ഈക്വൽ ടു ബി സി എന്ന് എഴുതാം. അതുപോലെ വികരണത്തിൻ്റെ മുകളിലും താഴെയുമുള്ള ഇടത് വശങ്ങളും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ഡി ഈക്വൽ ടു ഡി സി എന്നെഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ത്രികോണത്തിലെയും 3 വശങ്ങളും തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് ത്രികോണം എ ബി ഡിയും ത്രികോണം ബി സി ഡിയും തുല്യ ത്രികോണങ്ങളാണെന്ന് പറഞ്ഞൂടെ. നമുക്കറിയാം ഏത് രണ്ട് തുല്യ ത്രികോണങ്ങളെയും തുല്യമായ വശങ്ങളുടെ എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. ഈ 40 ഡിഗ്രിയുടെ എതിരെയുള്ള വശം എ ഡി ഈ ത്രികോണത്തിലെ ബി സി ഡി എന്നുള്ള ത്രികോണത്തിലെ ഏത് വശത്തിനാണ് ഈക്വൽ ആയിട്ടുള്ളത്? എ ഡി ഈക്വൽ ടു സി ഡി ആണ്. എ ഡി ഈക്വൽ ടു സി ഡി ഡി സി ആണ്. അപ്പോൾ ഈ വശത്തിൻ്റെ എതിരെയുള്ള കോണ് ആംഗിൾ ഡി ബി സി ഈക്വൽ ടു 40 ഡിഗ്രി. അതുപോലെ തന്നെ രണ്ട് ത്രികോണത്തിലെയും എ ബിയും ബി സിയും തുല്യമാണ്. അതുകൊണ്ട് അവയ്ക്കെതിരെയുള്ള കോണുകളും തുല്യമാണ്. ബി സിക്കെതിരെയുള്ള കോൺ 30 ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എ ബി എന്നുള്ള വശത്തിൻ്റെ എതിരെയുള്ള കോണും 30 ഡിഗ്രി ആയിരിക്കും. കോൺ എ ഡി ബി ഈക്വൽ ടു കോൺ ബി ഡി സി ഈക്വൽ ടു 30 ഡിഗ്രി. നമുക്കറിയാം ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. ഈ 3 കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. കോൺ എ പ്ലസ് കോൺ എ ബി ഡി പ്ലസ് കോൺ എ ഡി ബി ഈക്വൽ ടു 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. കോൺ എ മാത്രമേ നമുക്ക് അറിയാത്തതായിട്ടുള്ളൂ. ബാക്കി രണ്ട് കോണുകളും എത്രയാണെന്ന് നമുക്ക് കിട്ടി. അതൊക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോൺ എ പ്ലസ് കോൺ എ ബി ഡി 40 ഡിഗ്രി, കോൺ എ ഡി ബി 30 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ കോൺ എ പ്ലസ് 40 പ്ലസ് 30 70 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. കോൺ എ ഈക്വൽ ടു എത്രയാണ്? ഈ 70 പ്ലസ് 70 നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മൈനസ് ആവും. 180 ഡിഗ്രി മൈനസ് 70 ഡിഗ്രി ഈക്വൽ ടു 110 ഡിഗ്രി. കോൺ എ ഈക്വൽ ടു 110 ഡിഗ്രി എന്ന് കിട്ടി. നമ്മുടെ ചോദ്യം ചതുർഭുജത്തിൻ്റെ 4 കോണുകളും കണ്ടെത്തുക എന്നാണ്. ഇവിടെ 110 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 110 ഡിഗ്രി അല്ലേ? കാരണം എന്താണ്? ഈ 3 വശങ്ങളും കൂട്ടിയാൽ 180 ഡിഗ്രി തന്നെയാണ്. അല്ലെങ്കിൽ വികരണം രണ്ടിലും സെയിം ആണ്. വികരണത്തിൻ്റെ ഓപ്പോസിറ്റുള്ള കോണും തുല്യമായിരിക്കും. അവിടെ ചോദ്യം 4 കോണുകളും എത്രയാണെന്ന് കണക്കാക്കാനാണ്. കോൺ എയും
കോൺ സിയും 110 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി അടുത്തത് കോൺ ബി ഈക്വൽ ടു 40 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി എത്രയാണ്? 80 ഡിഗ്രി. കോൺ ഡി 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി ഈക്വൽ ടു 60 ഡിഗ്രി. എല്ലാ കോണുകളും കിട്ടിയില്ലേ? ദിസ് ഇസ് ദ ആൻസർ.